أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ശ്രോതാക്കളെ, മടവൂർ മഹാനൊരു അവരെ പറ്റിയിട്ട് നമ്മൾക്ക് പറഞ്ഞാൽ ഒടുങ്ങാത്ത ചരിത്രങ്ങൾ തന്നെ ഓരോ വ്യക്തികളുടെ കയ്യിലും ഉണ്ട്. ഒരു ദിവസം ഈ സാധുവായ ഞാൻ വേറെ ഒരു എപ്പിസോഡിൽ അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ വേറെ ഒന്നിൽ പറഞ്ഞിട്ടുണ്ട്, അതൊന്നിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പറയട്ടെ, അത് മാത്രം പറയുമ്പം അങ്ങനെയാണല്ലോ. വരിയിൽ നിൽക്കുമ്പം അതിൽ വളരെ താഴ്മയിലായിട്ട് ഒരു 15-18 വയസ്സായ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. എനിക്കൊരു 26-27 വയസ്സുള്ള സമയമാണത്. കണ്ടു. അപ്പം ഞാൻ അവൻ്റെ നിപ്പൊക്കെ കണ്ടപ്പോൾ ചോദിച്ചു എവിടെ നിന്നാണ്. അപ്പം മലപ്പുറം ജില്ലയെന്നാണ്. കറക്റ്റ് അഡ്രസ്സ് ഞാൻ ചോദിച്ചില്ല. അന്നൊന്നും അത്ര നമ്മൾ ഇത് മൈൻഡിലില്ലല്ലോ. അതെന്താ ഇങ്ങനെ ആവുന്നൊന്നും മൈൻഡിലില്ലാത്തത് കൊണ്ട് അങ്ങനെ എന്താ വിഷയമെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടെ വന്നത് അങ്ങനെ ഗൾഫിൽ ഇങ്ങനെ കാലിനൊരു മുഴ, ഒരു കുരു, മടക്ക് തന്നെ. അങ്ങനെ ഒരു നിലക്കും സുഖമാക്കാവുന്നില്ല. അതിലിങ്ങനെ വിഷമിച്ചാണ് ടെസ്റ്റ് ചെയ്ത് നോക്കണം, ക്യാൻസറാണ്, കാല് മുറിക്കണം എന്ന് അവിടുന്ന് പറഞ്ഞു. എൻ്റെ മാതാപിതാക്കളും കുടുംബമൊക്കെ അവിടെയാണ്, ബിസിനസ്സാണ്. അങ്ങനെ വന്നപ്പോൾ അന്വേഷിച്ച് നോക്കണേരാ അവിടുന്ന് മുറിക്കുമ്പോൾ ഇത് ചിലവ് കൂടും. അപ്പം നാട്ടിൽ വന്നിട്ട് അതിൻ്റെ നല്ല ടെസ്റ്റും നടത്തിയിട്ട് അവിടെ ഇപ്പോൾ ഏതെങ്കിലും മിസ്രികളോ അല്ല ഫിലിപ്പീനികളോ കാണുന്നതാണല്ലോ ആണെൻ്റെ. അപ്പം നമ്മൾ പറഞ്ഞ അവർക്കും തിരിയില്ല, അവർ പറഞ്ഞ് നമുക്കും തിരിയില്ല എന്നുള്ള അവസ്ഥയിലുള്ളതാണല്ലോ. അതുകൊണ്ട് ഏതായാലും എല്ലാം നമ്മളൊന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞ് നാട്ടിൽ വന്ന് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് പറഞ്ഞു എത്രയും പെട്ടെന്ന് മുറിക്കണം, കാല് മുകളിലേക്ക് ഒന്നും കൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യത്തെ ടെസ്റ്റൊക്കെ പോലും കാണിക്കല്ലോ. ആദ്യത്തെ ടെസ്റ്റും സ്കാൻ ചെയ്തതൊക്കെ കാണിച്ചിട്ട് അവർ പറഞ്ഞ് പഴുപ്പ് മുകളിൽ കയറിക്കൊണ്ട് നിൽക്കുകയാണ്, പെട്ടെന്ന് കാല് മുറിച്ച് മാറ്റണം, അല്ലേ മുകളിൽ മുറിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് അവർ അടുത്ത് തന്നെ 4-5 ദിവസം വിട്ടിട്ട് അവർ കാല് മുറിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമായി ഡേറ്റ് എടുത്തു. പോകുന്ന കൂട്ടത്തിൽ വീടുമായിട്ട് ബന്ധമുള്ള ഒരു മുസ്ലിയാർ അവിടെ ചിലവിന് വരാറുണ്ട്. അപ്പോൾ നേരത്തെ ഫാമിലി ആടാന്ന് ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്. ആ ഫാമിലി ആടായാലും ഇവരെ ഏൽപ്പിച്ച ഇവരുടെ കുടുംബക്കാരാടെയാണ് ചിലവ്. അപ്പോൾ ഈ രോഗിയെ കാണാൻ വന്നപ്പോൾ പറഞ്ഞു നമ്മൾക്ക് മുറിക്കൽ എളുപ്പമാണ്, എന്നാലും അല്ലാത്ത വല്ല മാർഗങ്ങളും ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതല്ല നല്ലത്, അതൊക്കെ കഴിഞ്ഞിട്ട് അല്ലേ നമ്മൾ ചെയ്യാൻ നല്ലത്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. എന്ത് ചെയ്യണം ഉസ്താദെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുത്തു. കോഴിക്കോട് ഇങ്ങനെ ഒരു വലിയ മഹാനുണ്ട്, പല ആളുകളുടെയും രോഗം നിർണയിച്ച് കൊടുത്തതും സുഖപ്പെടുത്തി കൊടുത്തതും എനിക്കറിയാം. നമ്മളൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് അവിടെ പോവുകയല്ലേ എന്ന് വെച്ചു. ആയിക്കോട്ടെ എന്ന്. ആ സമയത്ത് ഇനി ഏത് വഹാബിയും പോകും. അങ്ങനെ ഒരു വഹാബി കുടുംബം സുന്നിയായതുണ്ട്. ഒരു വഹാബി കുടുംബം സുന്നി അയക്കുന്നത്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഒന്നല്ല, ഒരുപാട് അയക്കണം. എനിക്കറിയണത് ഇപ്പോൾ ഒന്നാണ് ഞാൻ പറയുന്നത്, വേറെയും ഞാൻ കേട്ടതൊക്കെ ഉണ്ട്. ഏതോ ആട്ടെ, സംഗതി പെട്ടെന്ന് പോയി അമ്പക്കുട്ടി ഇനി നടക്കാൻ കഴിയില്ല, നടക്കാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ സ്ട്രെച്ചറിലെടുത്ത് കൊണ്ടുപോയിക്കാണ്. അങ്ങനെ മുഹമ്മദ് മൂപ്പൻ്റെ വീട്ടിൻ്റെ മുകളിൽ കയറി എടുത്തു കൊണ്ടുപോയിട്ട് തന്നെ കയറ്റി അത് കാണിച്ചു കൊടുത്തതിന് ശേഷം പറഞ്ഞു റിപ്പോർട്ടും ഒക്കെ കയ്യിലുണ്ട്. ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ കാല് മുറിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്നതവസ്ഥയ്ക്ക് സ്റ്റേഷൻ. ഉടനെ എഴുന്നേറ്റ് കൊണ്ട് ഇരുന്നിട്ട് കനത്തിൽ പറഞ്ഞു, ആരാ പറഞ്ഞു മുറിക്കണം? ആ കാലിൽ കുറച്ച് നീര് വന്നു എന്നതുകൊണ്ട്, ഒരു ഉണിലുണ്ടായി എന്നതുകൊണ്ട് കാല് മുറിക്കുക? റബ്ബ് തന്ന അവയവങ്ങൾ മുറിച്ചിട്ടാണുള്ളതാണ്. ആരാ പറഞ്ഞു മുറിക്കണം? കാല് മുറിക്കാൻ പാടില്ല, ഒരൊറ്റപ്പറ്റാണ്. ഇവർ രണ്ടും കെട്ട കോലത്തിൽ അന്നേരം തന്നെ ആവൂലേ. പക്ഷെ അവിടെ അവരുടെ ഹൃദയത്തെ വ്യക്തമായിട്ടായിട്ട് തർബിയത്ത് ചെയ്ത് കൊടുത്തു. ഇപ്പം ചെക്കായല്ലോ, ആകെ ടെൻഷനായി. ഇത് മുറിക്കണമെന്ന് എത്തിയെന്ന് നല്ല കോട്ടും ടൈയും ഒക്കെ ഇട്ട ഭയങ്കര ഡിഗ്രി ഒക്കെ ഉള്ള ആളാണ് പറഞ്ഞത്. ഒരാളല്ല, ഒരുപാട് ആൾ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ഒന്നുമില്ലാതെ ഒരാരാൻ്റെ പരിധിൽക്കിട ഒരു മനുഷ്യൻ പറഞ്ഞു പാടില്ല. ഒരിക്കൽ പറഞ്ഞ ഈ കൽബിനെ തർബിയത്ത് ചെയ്യും മഹാന്മാരായ ആൾക്കാർ. അത് വരുന്നവർക്ക് നോക്കി, വരുന്ന ആൾക്കനുസരിച്ചാണ് തർബിയത്ത് ഉണ്ടാകുക. അങ്ങനെ ചുരുക്കി പറയാം, മഹാനൊരു ഉടനെ എഴുന്നേറ്റ് നിന്നിട്ട് ഇരുന്നിട്ട് ഇതിപ്പോൾ പറഞ്ഞ് കഴിഞ്ഞ ശേഷം അവരോട് കിടന്ന ഈ കുട്ടിയോട് പറഞ്ഞു എഴുന്നേൽക്കുന്ന. ഉടനെ
മൂപ്പർ ഇങ്ങോട്ട് എണീച്ചു വന്ന് അങ്ങനെ ഒരാളെ സഹായത്തോടു കൂടെ നിന്ന് സ്ട്രെച്ചർ ഒഴിവായി. പോകാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചയച്ചുകൂടെയും ചെയ്തു. പുരയിലെത്തുമ്പോഴത്തേക്ക് സ്വന്തം കാര്യങ്ങൾ നടക്കുന്ന ഒരവസ്ഥയിലെത്തി. അന്ന് 4-ൻ്റെ അന്നാണ് കോഴിക്കോട് വന്ന് ഭരിക്ക് നിൽക്കുന്നത്. ആ നിൽപ്പിൻ്റെ പ്രത്യേകത എന്താ? ഞാൻ ആരടുത്തേക്കാണ് പോകുന്നത് എന്നത് ആ കുട്ടിയുടെ ഹൃദയത്തിലുണ്ട്. ഞാനൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്, കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഇങ്ങനെയായിരുന്നു ഞാൻ തിരിച്ചു പോയത്. ആളുകളുടെ സഹായത്തോടു കൂടെ കൈപിടിച്ചാൽ പോയത്. വന്നത് സ്ട്രക്ചറിലാണെന്ന് പറഞ്ഞു. ഇവിടെ എന്താ സംഭവിച്ചത്? ഈ മെഷീന് കഴിവ് കൊടുത്തവൻ ആരാണ്? അള്ളയാണോ അല്ലെങ്കിൽ മറ്റാരോ ആണോ? ഈ മഹാനക്ക് കഴിവ് കൊടുക്കുന്നത് ആരാണ്? അള്ളയാണോ അല്ലെ മറ്റാരോ ആണോ? അങ്ങനെ എല്ലാറ്റിനും കഴിവ് കൊടുക്കുന്ന റബ്ബ് അവർക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാനുള്ള കഴിവ് കൊടുത്തു. നേരെ അത് നോക്കിയപ്പോൾ സർവ്വ സ്കാനിങ്ങും സൂപ്പർ സ്കാനിങ് ആയിട്ട് കഴിഞ്ഞപ്പം കണ്ട് ഇതുള്ളിൽ നീരാണ്. ക്യാൻസർ രോഗം എന്നൊരു രോഗമല്ല. ഇപ്പം പല ആളുകളും ക്യാൻസർ എന്ന് പറഞ്ഞ് കഷ്ടപ്പെടുന്നത് കാണാൻ. സത്യത്തിൽ അധികവും ക്യാൻസറല്ല, അത് വിധിക്കപ്പെട്ട ക്യാൻസറാണ് എന്ന കാര്യം വേറെയും കിട്ടോ. അതിന് വേറെ തെളിവുണ്ട്, എനിക്കറിയാം. തിരുവനന്തപുരത്തും കൊണ്ടുപോയി ഇവിടുന്ന് ഒരു എൻ്റെ സുഹൃത്തായിരുന്ന അയാൾ സുഹൃത്തിനെ രണ്ടാളിപ്പോൾ മരിച്ചേ. ഇവിടുന്ന് പറഞ്ഞ് നിങ്ങൾ പെട്ടെന്ന് തിരുവനന്തപുരത്ത് കൊണ്ടുപോകണം. ആടുന്നുണ്ടായപ്പോൾ അയാൾ പെട്ടെന്ന് പേപ്പർ നോക്കിയിട്ട് അത് നമുക്ക് പിന്നിരിക്കുക പറയാം, ഇത് കൊള്ളൂലെന്നാണ് തോന്നുന്നത്, ഏതോ ആട്ടെ. പിന്നെ നോക്കിയിട്ട് പെട്ടെന്ന് ആ ഡോക്ടർ ഇത് ക്യാൻസറാണ് അടയുന്നത്. അടുത്ത വലിയ അതിൽ കൂടെ പോയാക്കാട് ഇവിടായി. രോഗീനോട് പറഞ്ഞപാട് ഇവിടെ ആയിട്ട് അയാൾ പതുക്കെ പേപ്പർ ഒന്നും ഇങ്ങോട്ട് ആക്കിയിട്ട് അടാ എന്നൊക്കെ തീറ്റിപ്പോറ്റാൻ പാടില്ലടാ, വെടി വെക്കണം എന്നൊക്കെ. 4 ചാടലാണ്. ഒരു 150 ആൾ വേറെ 2 ഇയാളെ കാണിക്കാൻ നോക്കും. അന്നൊക്കെ തീറ്റിപ്പോറ്റിനെ ഞങ്ങൾക്ക് വെടി വെക്കണടാ തോന്നിവാസി എന്ന് പറഞ്ഞിട്ട് വേറെ കൊണ്ടുവന്ന് നേരെ മണിപ്പാലിലേക്ക് കാട്ടുകൊണ്ടേ. മണിപ്പാലിലേക്ക് അവിടെ നിന്ന് തന്നെ വണ്ടി കയറി മണിപ്പാലിലേക്ക് കാട്ടുകയും മണിപ്പാലിലേക്ക് പോയിട്ട് അവിടെ ഉണ്ട് ഇയാൾക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ അവിടെ ഉണ്ട്. അയാൾ ഏതോ ഒരു ചികിത്സക്ക് ആരോ കൂടെ പോയിട്ടോ പരിചയപ്പെട്ട ഡോക്ടറാണ്. അവിടെ കൊണ്ട് ചെന്ന് പേപ്പറൊക്കെ കാട്ടി കൊടുത്ത് നല്ലോണം ഒക്കെ നോക്കി വേറെന്തോ ടെസ്റ്റും പറഞ്ഞ് 4 കരിക്ക് ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ട് വരികയും അങ്ങനെ 4 കരിക്ക് വാങ്ങിക്കൊണ്ടൊന്നൊക്കെ വെട്ടി റെഡിയാക്കി വെച്ചതിന് ശേഷം ഒരു ഗുളികാട്ട് കൊടുത്തു. അപ്പോഴത്തെ താഴ്ന്നപ്പോഴത്തെ കുടിച്ച് കരിക്കുക രണ്ടെണ്ണം കൊടുത്ത് കുറച്ച് കഴിഞ്ഞാൽ കുറച്ചാൾ കിടന്നോട്ടാണ്. കുറച്ച് കിടന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് പോകുന്നു. കഴിഞ്ഞപ്പോൾ ഗുളിയൊക്കെ എഴുതി കൊടുത്തു. അത് ക്യാൻസറല്ല, അതിന്നാലിൻ്റെ കാരണം കൊണ്ട് രക്തത്തിൽ വന്നൊരു വിഷയമാണത് പറഞ്ഞിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തത്. 40 കൊല്ലക്കാലം പിന്നീട് ആ മനുഷ്യൻ ജീവിച്ചു. ഒരു ക്യാൻസറും ഇല്ല, ഒന്നുമില്ല. അയാൾ ഇന്നീ ലോറിയിൽ ഒക്കെ പോകും. അപ്പം ചോദിച്ചു പറഞ്ഞാൽ അവർക്കായി എന്ന് പറയുമ്പോഴേ ആള് വേണ്ടോടത്ത് വേണ്ടെന്നതിൽ കേട്ടപ്പെടുന്ന ഒരു സാധനം കൂടിയായിരുന്നു ഈ അവർക്കായി എന്ന് പറഞ്ഞ മനുഷ്യൻ. ഏതോ ആവട്ടെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാ ക്യാൻസറും ക്യാൻസറല്ല, അത് കേട്ട് വിശ്വസിക്കുകയും വേണ്ട. അതേ അവസരത്തിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റുകളും ഒക്കെ നടത്തുക. വല്ലാതെ കത്തിയക്കാനായി അനുവദിക്കാനും പോകാതിരിക്കുക ഹൈറ് എന്നുള്ള അഭിപ്രായത്തിലാണ് ഞാൻ അന്നും ഇന്നും എന്നും. ഏതായാലും കത്തിയക്കാൻ ഞാൻ സമ്മതിക്കേണ്ട, ചെയ്യരുതെന്നാണ് ഞാൻ എല്ലാവരും പറഞ്ഞു. മരിച്ചാലേ നിങ്ങൾ മണ്ണിലോട്ട് കഴിച്ചേക്കുക. അല്ലാതെ ഗുളികയും മരുന്നുകൊണ്ടൊക്കെ മാറി കിട്ടുമെങ്കിൽ നമുക്ക് അങ്ങനെ മാറ്റാം. ഏതോ ആവട്ടെ മഹാനരക്ക് അല്ലാഹു തആല കൊടുത്തത്. അതായത് ഞാനായി തീർന്നതാണ്, അവിടെ മാറ്റാനുള്ള കഴിവടക്കുണ്ട്. അള്ളാന്ന് വെറുതെ പറഞ്ഞതല്ല, അള്ളയാണ് ശിവയാക്കുന്നവൻ. കത്തിവെച്ച കത്തിയല്ല, കൊടുക്കുന്ന മരുന്നല്ല, ശിവയാക്കുന്നവൻ അള്ളയാണ്. അള്ളാന്ന് പറഞ്ഞതാണ്. ഞാൻ എല്ലാവർക്കും സുഖപ്പെടുത്താൻ പറ്റുമോ പറ്റൂല, ചെയ്തു കൊടുക്കുമല്ലേ, അത് പെട്ടെന്ന് ഉണ്ടാവില്ല. കാരണം എന്താ അറിയോ? അതർവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പല രോഗികളോടും പറഞ്ഞതുണ്ട്, അതിൽ നീ ശ്രമിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട്. അപ്പോൾ സ്വർഗം കിട്ടുന്ന ഒരു വഴിയിൽ നിന്ന് ഇവിടുന്ന് മാറ്റിക്കാൻ നിൽക്കുമോ? അപ്പം പിന്നെ അതിനെ വീണ്ടും നിർബന്ധിച്ചപ്പം പിന്നെ കണ്ണെടുത്താട്ട് വെച്ചു സുഖപ്പെട്ടു. മറ്റത് അവസ്മാര രോഗിയായ ഒരു പെണ്ണ് വന്നപ്പോൾ എനിക്കിന്നാലും അത് മതി, ആ സമയത്തുണ്ടാകുന്ന അവറത്ത് വെളിവാൽ അത് വേണ്ട എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കി കൊടുത്തു. ഒക്കെ മുദ്രവേദങ്ങളായിട്ട് ഒഴിവാക്കി കൊടുത്തുക. അപ്പം ചുരുക്കി പറഞ്ഞാൽ അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. നമ്മൾ പിന്നെ പറയാണ്ട് ഓരോരുത്തരിലോട്ടും പറയാണ്ട് ഇൻഷാ അല്ലാഹ് തൽക്കാലം നിർത്തുന്നു. ഇതാണ് മടവൂർ മഹാനരുമായിട്ട് 2-3 കാര്യങ്ങൾ ഇനിയും പറയാണ്ട് ഒരുപാട് ഞാൻ കണ്ടത് തന്നെ പറയാനുണ്ട്. ഇതൊക്കെ തന്നെയും സറൈന് വിരുദ്ധമല്ല, ഒരു സംശയമില്ല. അങ്ങനെ സറൈന് വിരുദ്ധമായിട്ട് ആരോ പറഞ്ഞിട്ടുണ്ടെന്ന് ആരോ പറയുന്നുണ്ടെങ്കിൽ അവരെ ഞാൻ വെല്ലുവിളിക്കുന്നു. ആരെങ്കിലും പറയുന്നത് എല്ലാം കേൾക്കാൻ കഴിയില്ല. നമ്മളിടയിലുള്ള പണ്ഡിതന്മാർ ഇവിടെ ഉണ്ട്, അവരെന്ത് പറയുന്നോ അത് നോക്കുക. ഞാൻ നേരത്തെ പണ്ഡിതന്മാരെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പകരം ഉസ്താദ്, അതുപോലെ തന്നെ മൂസ ഉസ്താദ്, ഉസ്മാൻ, പിന്നെ അതുപോലെ തന്നെ AP ഉസ്താദ്, അതുപോലെ തന്നെ അബൂക്കർ സഖാഫി പന്നൂര്, ഇങ്ങനെ തുടങ്ങിയിട്ട് ചില ആളുകൾ പറയുന്നത് അതിൽ ശറഈന് വിരുദ്ധമായിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്നോളൂ. ആ വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കൂ.
മറുപടി നമുക്ക് പറയാം. തൽക്കാലം